നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും നല്ലത് മാത്രം ചെയ്തിട്ടും നിങ്ങളുടെ സ്വന്തം സന്തോഷം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ ഓടിച്ചെല്ലുമ്പോഴും അവസാനം വേദനകളും അവഗണനയും മാത്രം സ്വന്തമാകുന്നത് എന്തുകൊണ്ടാണെന്ന്? മറ്റുള്ളവരെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ത്യജിക്കുമ്പോൾ അവർ നിങ്ങളെ വെറുമൊരു കരുവായി മാത്രം കാണുന്നുണ്ടോ എന്ന സംശയം എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണണം. കാരണം നമ്മൾ ജീവിക്കുന്നത് നന്മ ചെയ്യുന്നവരെ പലപ്പോഴും മണ്ടന്മാരായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരുപാട് സ്നേഹിക്കുന്ന, എല്ലാവർക്കും വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുന്ന, ആരോടും ദേഷ്യപ്പെടാൻ അറിയാത്ത ആളുകളെ സമൂഹം വളരെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യുന്നു. നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ ഇല്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ കഴിയാത്ത ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. സ്വന്തം പോക്കറ്റ് കാലിയാണെങ്കിലും ബാങ്കിൽ നിന്നും കടം വാങ്ങിയിട്ടാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ അവർ തയ്യാറാകും. സ്വന്തം ശരീരത്തിന് വയ്യെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കായി അവർ ഓടി നടക്കും. എന്നാൽ ഇതേ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു സഹായം ആവശ്യമായി വരുമ്പോൾ, പണ്ട് സഹായിച്ചവരൊക്കെ അവരെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുഖം തിരിച്ചുപോകുന്നതാണ് പലപ്പോഴും നാം കാണാറുള്ളത്. ഇത് സത്യത്തിൽ നന്മയുടെ കുഴപ്പമല്ല, മറിച്ച് നന്മ എങ്ങനെ എവിടെ ഉപയോഗിക്കണം എന്നറിയാത്തതിന്റെ കുഴപ്പമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കും ഈ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സമാനമായ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ചരിത്രം കണ്ട ഏറ്റവും മികച്ച തന്ത്രജ്ഞനും പണ്ഡിതനുമായ ചാണക്യൻ ഈ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ചാണക്യൻ കേവലം ഒരു തത്വചിന്തകൻ മാത്രമായിരുന്നില്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സിനെയും സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളെയും വളരെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു പ്രായോഗിക ബുദ്ധിമാൻ കൂടിയായിരുന്നു. ചാണക്യനീതിയിൽ അദ്ദേഹം പറഞ്ഞുവെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇന്നത്തെ കാലത്തും 100% പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ്. അതിൽ അമിതമായി നന്മ ചെയ്യുന്നവരെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ഓരോ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ചാണക്യന്റെ വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്: കാട്ടിലേക്ക് പോയി നോക്കുക, അവിടെയുള്ള നേരെയുള്ള മരങ്ങളാണ് ആദ്യം വെട്ടപ്പെടുക, വളഞ്ഞ മരങ്ങളെ ആരും വെട്ടില്ല. ഒറ്റനോട്ടത്തിൽ വളരെ ലളിതമായ ഒരു കാര്യമാണെന്ന് തോന്നാമെങ്കിലും മനുഷ്യജീവിതത്തോട് ചേർത്ത് വായിക്കുമ്പോൾ ഇതിൽ പതിയിരിക്കുന്ന അർത്ഥം വളരെ വലുതാണ്. നിങ്ങൾ ഒരു കാട്ടിലൂടെ നടക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. മരപ്പണിക്കായി മരം വെട്ടാൻ വരുന്ന ഒരാൾ ഏതു മരമായിരിക്കും തിരഞ്ഞെടുക്കുക? തീർച്ചയായും യാതൊരു വളവുകളുമില്ലാതെ വളരെ നേരെ വളർന്നു നിൽക്കുന്ന, എളുപ്പത്തിൽ മുറിച്ചെടുക്കാനും തടിയാക്കി മാറ്റാനും കഴിയുന്ന മരമായിരിക്കും അയാൾ ആദ്യം വെട്ടിവീഴ്ത്തുക. എന്നാൽ വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന, മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള മരങ്ങളെ വെട്ടുകാരൻ ഉപേക്ഷിച്ചു പോകും. ആ മരങ്ങൾ കാട്ടിൽ സുരക്ഷിതമായി നിൽക്കും. മനുഷ്യരുടെ കാര്യത്തിലും ഇതുതന്നെയാണ് നിരന്തരം സംഭവിക്കുന്നത്. സമൂഹത്തിൽ വളരെ നേരായ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന, എല്ലാവരോടും അങ്ങേയറ്റം നല്ല രീതിയിൽ മാത്രം പെരുമാറുന്ന, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ആളുകളെയാണ് സമൂഹം ആദ്യം ചൂഷണം ചെയ്യുന്നത്. അവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അവർ പ്രതികരിക്കില്ല, അവർ തിരിച്ചു ചോദിക്കില്ല എന്നൊരു ധൈര്യം ചൂഷണം ചെയ്യുന്നവർക്കുണ്ടാകുന്നു. നേരെ മറിച്ച് അത്യാവശ്യം കുശാഗ്രബുദ്ധിയുള്ള, സ്വന്തം കാര്യം കൃത്യമായി നോക്കാൻ അറിയാവുന്ന, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളെ ആരും അത്ര പെട്ടെന്ന് പറ്റിക്കാൻ മുതിരില്ല. കാരണം അവിടെ അവർക്ക് തിരിച്ചടി കിട്ടുമെന്ന് അവർക്കറിയാം. എന്തുകൊണ്ടാണ് നല്ല മനുഷ്യർ എപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നതും സങ്കടപ്പെടുന്നതും എന്നതിന്റെ ഉത്തരം അവരുടെ ഈ അതിരുകളില്ലാത്ത നന്മയിൽ തന്നെയാണ് കിടക്കുന്നത്. ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് നാം കാണിക്കുന്ന നന്മയ്ക്ക് ഒരു അതിരുണ്ടാകണം. ജോലിസ്ഥലത്തെ ഒരു ഉദാഹരണം നോക്കാം. ഒരു ഓഫീസിൽ എപ്പോഴും മറ്റുള്ളവരുടെ ജോലികൾ കൂടി സ്വന്തം ഉത്തരവാദിത്തം പോലെ ഏറ്റെടുത്ത് ചെയ്യുന്ന മേലധികാരി എന്തു പറഞ്ഞാലും മറുത്തൊന്നും പറയാതെ എല്ലാം അനുസരിക്കുന്ന ഒരു വ്യക്തിയുണ്ടെന്ന് കരുതുക. തുടക്കത്തിൽ സഹപ്രവർത്തകർക്കും മേലധികാരികൾക്കും ഇയാളോട് വലിയ സ്നേഹവും ബഹുമാനവുമൊക്കെയായിരിക്കും. കാരണം അവരുടെ പണി എളുപ്പമാകുകയാണല്ലോ. പക്ഷേ കുറച്ചു കാലങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓഫീസിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, മറ്റാർക്കും ചെയ്യാൻ മടിയുള്ള ജോലികളെല്ലാം ഈ വ്യക്തിയുടെ തലയിലാകും. അയാൾക്ക് സ്വന്തം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സമയം കിട്ടില്ല, വിശ്രമിക്കാൻ സാധിക്കില്ല. ഒടുവിൽ അയാൾ ശാരീരികമായും മാനസികമായും തളർന്നു പോകും. അതേസമയം കൃത്യമായി സ്വന്തം ജോലി മാത്രം ചെയ്യുന്ന, അധികമായി വരുന്ന ജോലികൾ തനിക്ക് ചെയ്യാനാകില്ല എന്ന് മുഖത്തു നോക്കി പറയാൻ ധൈര്യമുള്ള വ്യക്തി ആ ഓഫീസിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാകും. ഇവിടെ ആ നല്ല മനുഷ്യൻ തന്റെ അമിതമായ നന്മ കാരണം സ്വയം ശിക്ഷിക്കപ്പെടുകയാണ്. കുടുംബത്തിലും സൗഹൃദങ്ങളിലും ഇതുതന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത്. നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളോട് ഒരു സാമ്പത്തിക സഹായം ചോദിക്കുന്നു, നിങ്ങൾ അത് നൽകുന്നു. എന്നാൽ അയാൾ അത് തിരിച്ചു നൽകുന്നില്ല. കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും ചോദിക്കുമ്പോൾ നിങ്ങൾക്കില്ല എന്ന് പറയാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ഈ സന്മനസ് അയാൾ വ്യക്തമായി ചൂഷണം ചെയ്യുകയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ പണമില്ല എന്ന് പറഞ്ഞാൽ അന്ന് അയാൾ നിങ്ങളെ ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിക്കും. അതുവരെ നിങ്ങൾ ചെയ്ത സഹായങ്ങൾ മുഴുവൻ അയാൾ സൗകര്യപൂർവ്വം മറക്കും. ഇവിടെ നിങ്ങളുടെ നന്മയാണ് ശരിക്കും നിങ്ങളുടെ വില്ലനായത്.
നല്ലവനായിരിക്കുക എന്നത് പലപ്പോഴും അർഹതയില്ലാത്തവർക്ക് നമ്മെ ഉപയോഗിക്കാനുള്ള ലൈസൻസ് നൽകുന്നതിന് തുല്യമായി മാറുകയാണ്. അമിതമായി നന്മ ചെയ്യുന്ന ആളുകളുടെ മനഃശാസ്ത്രം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇവരിങ്ങനെ പെരുമാറുന്നത് മറ്റുള്ളവരിൽ നിന്നുള്ള അംഗീകാരം കിട്ടാൻ വേണ്ടിയാണ്. എന്നെ എല്ലാവരും നല്ലവനെന്ന് വിളിക്കണം എന്ന ആഗ്രഹം അവരുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകും. അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കാൻ അവർക്ക് ഭയമാണ്. മറ്റൊരാൾ സങ്കടപ്പെടുന്നത് കാണാൻ കഴിയാത്തതുകൊണ്ട് അവർ സ്വന്തം സങ്കടങ്ങളെ അവഗണിക്കുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവരുന്ന ചില ചിന്താഗതികളും ഇതിന് കാരണമാകാം. എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യണം, മറ്റുള്ളവർക്ക് മുൻഗണന നൽകണം എന്ന് കേട്ട് വളരുന്ന കുട്ടികൾ വലുതാകുമ്പോൾ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെട്ടവരായി മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പരമമായ സത്യമുണ്ട്. നമ്മെത്തന്നെ സ്നേഹിക്കാത്ത ഒരാൾക്കും മറ്റൊരാളെയും യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയില്ല. സ്വന്തം വില നാം തന്നെ മനസ്സിലാക്കണം. നമ്മൾ നമ്മളെത്തന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ മറ്റാരും നമ്മളെ ബഹുമാനിക്കില്ല എന്ന് തിരിച്ചറിയണം. ഇവിടെ ചാണക്യൻ നമ്മളോട് ദുഷ്ടരാകാനോ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ സ്വാർത്ഥരാകാനോ അല്ല പറയുന്നത്. നന്മ ചെയ്യരുത് എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. മറിച്ച് നന്മ അന്ധമാകരുത് എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളുടെ നന്മ ഒരു ദൗർബല്യമായി ആരും കാണരുത്. നന്മയുള്ളവരായിരിക്കുക, എന്നാൽ അത് ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കാതിരിക്കുക. ഒരു പാമ്പിന്റെ ഉദാഹരണം ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ വളരെ കൃത്യമായി യോജിക്കുന്ന ഒന്നാണ്. ഒരിക്കൽ ഒരു പാമ്പ് ഒരു സന്യാസിയുടെ ഉപദേശം കേട്ട് ആളുകളെ കടിക്കുന്നത് നിർത്തി. അതോടെ നാട്ടുകാർക്ക് പാമ്പിനെ പേടിയില്ലാതായി. അവർ അതിനെ കല്ലെറിയാനും വടികൊണ്ടടിക്കാനും തുടങ്ങി. പാമ്പ് തീർത്തും അവശനായി സന്യാസിയുടെ അടുത്തെത്തി സങ്കടം പറഞ്ഞു. അപ്പോൾ സന്യാസി പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. ഞാൻ നിന്നോട് ആരെയും കടിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെ പേടിപ്പിക്കാൻ വേണ്ടി ചീറ്റരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇതേപോലെയാണ് മനുഷ്യന്റെ കാര്യവും. നാം ആരെയും ദ്രോഹിക്കാൻ പോകരുത്. എന്നാൽ നമ്മെ ദ്രോഹിക്കാൻ വരുന്നവരോട്, നമ്മെ ചൂഷണം ചെയ്യാൻ വരുന്നവരോട് പ്രതികരിക്കാൻ നാം എപ്പോഴും തയ്യാറാകണം. പ്രതികരിക്കാതിരിക്കുന്നത് നന്മയല്ല, ഭീരുത്വമാണ്. നമ്മുടെ ഉള്ളിലെ നന്മ ഒരു വിലയേറിയ രത്നം പോലെയാണ്. അത് അർഹതയില്ലാത്തവരുടെ മുന്നിൽ വലിച്ചെറിഞ്ഞു കൊടുക്കരുത്. സ്നേഹവും കരുണയും സഹാനുഭൂതിയുമൊക്കെ മനുഷ്യനു വേണ്ട ഏറ്റവും വലിയ ഗുണങ്ങൾ തന്നെയാണ്. അതില്ലാതെ മനുഷ്യർക്ക് മൃഗങ്ങളിൽ നിന്ന് വ്യത്യാസമില്ല. പക്ഷേ ആ ഗുണങ്ങൾ ആർക്കാണ് നൽകേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള വിവേകം നമുക്കുണ്ടാകണം. നമ്മെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. സ്വന്തം ജീവിതത്തിൽ കൃത്യമായ അതിരുകൾ നിശ്ചയിക്കുക എന്നതാണ് ഇതിനുള്ള ഏറ്റവും മികച്ച പരിഹാരം. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അനുവദിക്കാം, എന്ത് അനുവദിക്കരുത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഒരാൾ നിങ്ങളോട് അപമര്യാദയായി പെരുമാറിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സമയവും ഊർജ്ജവും പണവും വെറുതെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാൽ, അപ്പോൾ തന്നെ അത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. ആദ്യമൊക്കെ മറ്റുള്ളവരോടില്ല എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഉള്ളിൽ വലിയ കുറ്റബോധം തോന്നും. മറ്റുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യവും വരും. കാരണം ഇതുവരെ തങ്ങൾ പറഞ്ഞതെല്ലാം അനുസരിച്ചിരുന്ന, എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്ന് മാറുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർ നിങ്ങളെ കുറ്റപ്പെടുത്തും, നിങ്ങൾ മാറിപ്പോയി എന്ന് പറയും. പക്ഷേ ക്രമേണ അവർക്ക് മനസ്സിലാകും നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില നിയമങ്ങളുണ്ടെന്നും നിങ്ങളെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യാൻ കഴിയില്ലെന്നും. ഈയൊരു തിരിച്ചറിവ് അവർക്കുണ്ടായാൽ പിന്നെ അവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി അവർ നിങ്ങളെ സമീപിക്കില്ല. നിങ്ങളെ അമിതമായി സഹായിക്കാൻ പോയിട്ട് സ്വന്തം ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളുണ്ടായ അനുഭവങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ചൂഷണം ചെയ്തതായി തോന്നിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും ആ അനുഭവങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഓർക്കുക. നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, നന്മ ചെയ്താൽ നന്മ തിരികെ കിട്ടുമെന്ന്. ഇത് പൂർണ്ണമായും തെറ്റല്ല. പ്രപഞ്ചത്തിന് അതിൻ്റേതായ ഒരു നിയമമുണ്ട്. നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരികെ ലഭിക്കും. പക്ഷേ പ്രായോഗിക മനുഷ്യരുടെ ലോകത്ത് ഇത് എപ്പോഴും പ്രവർത്തിക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, ഏറ്റവും കൂടുതൽ വിശ്വാസമർപ്പിച്ച ആളുകൾ തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും വലിയ വേദനകൾ സമ്മാനിക്കുന്നത്. അവിടെ നമ്മൾ തളർന്നു പോകരുത്. നമ്മുടെ നന്മയെ അവർ മനസ്സിലാക്കിയില്ല എന്നത് അവരുടെ പോരായ്മയാണ്, അവരുടെ സംസ്കാരമില്ലായ്മയാണ്, നമ്മുടെ തെറ്റല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ആ അനുഭവത്തിൽ നിന്നും നാം വലിയൊരു പാഠം ഉൾക്കൊള്ളണം. വീണ്ടും വീണ്ടും ഒരേ അബദ്ധം ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചതിക്കപ്പെട്ടതിനു ശേഷം വീണ്ടും അതേ വ്യക്തിയെ വിശ്വസിക്കുന്നത് നന്മയല്ല, മണ്ടത്തരമാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പ്രായോഗിക ബുദ്ധി വളരെ അത്യാവശ്യമാണ്. ആദർശങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. ആദർശങ്ങൾ നമ്മെ നല്ല മനുഷ്യനാക്കും, എന്നാൽ പ്രായോഗിക ബുദ്ധി നമ്മെ ഈ ലോകത്ത് ജീവിക്കാൻ പ്രാപ്തനാക്കും. ഇവ രണ്ടും തുല്യ അളവിൽ കൊണ്ടുപോകാൻ കഴിയണം. ലോകം മുഴുവൻ നന്മ നിറഞ്ഞതാണെന്ന ധാരണ നമ്മൾ ആദ്യം മാറ്റണം. ഇവിടെ നല്ലവരുമുണ്ട്, ചീത്തവരുമുണ്ട്.
മറ്റുള്ളവരെ ചവിട്ടിമെതിച്ച് സ്വന്തം സ്വാർത്ഥത മാത്രം ലക്ഷ്യമാക്കി നടക്കുന്നവരുമുണ്ട്. ഇവരെ മുഴുവൻ ഒരേ ത്രാസിൽ തൂക്കാൻ കഴിയില്ല. ഓരോരുത്തർക്കും കൊടുക്കേണ്ട സ്ഥാനവും വിലയും വ്യത്യസ്തമാണ്. അതത് ആളുകൾക്ക് അവരുടെ സ്വഭാവമനുസരിച്ചുള്ള മറുപടിയും പരിഗണനയും നൽകാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ നന്മ നിങ്ങൾക്കൊരിക്കലും ഒരു ഭാരമാകില്ല. ചാണക്യന്റെ ഈ ഉപദേശം ഒരു കാലഘട്ടത്തിന്റെയും അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഇന്ന് നമ്മൾ നേരിടുന്ന പല മാനസിക പ്രശ്നങ്ങൾക്കും പ്രധാന കാരണം മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നതും മറ്റുള്ളവർക്കു വേണ്ടി അമിതമായി ജീവിക്കുന്നതുമാണ്. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ദുർബലരാകുന്നത്. നിങ്ങൾ നല്ലവനായിരിക്കുക, എന്നാൽ നിങ്ങളുടെ നന്മ നിങ്ങളുടെ പരാജയത്തിന് കാരണമാകാൻ ഇടയാക്കരുത്. നിങ്ങളൊരു നേരായ മരമായിരിക്കാം, എന്നാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും വെട്ടിമുറിക്കാൻ കഴിയുന്നത്ര എളുപ്പത്തിൽ കാട്ടിലെ ഒരു കോണിൽ നിന്ന് കൊടുക്കരുത്. നിങ്ങളുടെ നന്മയെ അർഹിക്കുന്നവർക്ക് മാത്രം നൽകുക, അല്ലാത്തവരോട് കർശനമായി തന്നെ പെരുമാറുക. സ്വയം സ്നേഹിക്കാൻ പഠിക്കുക എന്നതാണ് ഇതിന്റെ ആദ്യ പടി. സ്വന്തം ആവശ്യങ്ങൾക്കും സ്വന്തം സന്തോഷത്തിനും മുൻഗണന നൽകുക. അതിൽ യാതൊരു തെറ്റുമില്ല. അത് സ്വാർത്ഥതയല്ല, മറിച്ച് സ്വയം സംരക്ഷിക്കലാണ്, ആത്മസ്നേഹമാണ്. നിങ്ങൾ ശാരീരികമായും മാനസികമായും ആരോഗ്യവാനാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും എന്തെങ്കിലും പ്രയോജനമുണ്ടാകൂ. നിങ്ങൾ തന്നെ ഉരുകിത്തീർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് പ്രകാശം നൽകാൻ കഴിയും? അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ചാണക്യന്റെ ഈ വാക്കുകൾ എപ്പോഴും ഓർക്കുക. നേരെയുള്ള മരങ്ങൾ എപ്പോഴും വെട്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ നേർവഴി സമൂഹത്തിന് ഒരു മാതൃകയാകണം, അല്ലാതെ നിങ്ങളെ ചൂഷണം ചെയ്യുന്നവർക്ക് വളമാകരുത്. നിങ്ങളുടെ നന്മ ഒരു കരുത്തായിരിക്കണം, നിങ്ങളുടെ കണ്ണീരിനുള്ള കാരണമാകരുത്. ബുദ്ധിയുള്ള നന്മയാണ് ഇന്നത്തെ കാലത്തിന് ആവശ്യം, അല്ലാതെ എല്ലാം സഹിച്ച് മിണ്ടാതിരിക്കുന്ന നന്മയല്ല. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിച്ചും ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിച്ചും മുന്നോട്ടു പോകുക. നിങ്ങളുടെ നന്മയെ ആയുധമാക്കാൻ ആരെയും അനുവദിക്കാതിരിക്കുക. കാരണം ഈ ലോകം സ്നേഹിക്കുന്നവരെക്കാൾ കൂടുതൽ മുതലെടുക്കുന്നവരുടേതാണ്.